കൂടെ പിറന്നവളല്ലേ. I love you so much. Thank you so much. And happy birthday. കിട്ടിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അതായത് ഞാൻ എവിക്റ്റ് ആയ സമയത്ത് ഞാൻ ഫസ്റ്റിൽ തന്നെ ബിൻസിനെയാണ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവൾ കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ വീട്ടിലേക്ക് വാ, നമുക്ക് എന്തായാലും സെറ്റ് ആവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1 വീക്ക് വീട്ടിൽ വന്ന് നിന്നു. 3 ട്രിപ്പ് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഹീലായി. സോ അന്ന് തുടങ്ങിയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റീ എൻട്രിയുടെ സമയത്താണെങ്കിലും കുറേ പേര് ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ ഫുള്ള് ഞങ്ങളെ രണ്ടുപേരും തെറ്റിപ്പിക്കാനായിട്ട് നോക്കി. പക്ഷേ അതൊന്നും നടന്നില്ല. ബിക്കോസ് ബിഗ് ബോസിനകത്തുള്ള ബിൻസി ആരാണെന്ന് എനിക്കും അറിയാം, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്കും അറിയാം. സോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ കട്ടായിട്ടില്ല. ഇതുവരെ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടില്ല, പിണങ്ങിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ പോടാടുന്നു രാത്രി നീ അപ്പൊ ബിസി So I'm so happy for you. And എന്താ പറയുക, നീ ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നിനക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ. ആക്ച്വലി ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവള് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് ഡൗട്ടായിരുന്നു. കാര്യം അവൾ ഇതുവരെ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എങ്ങനെയെങ്കിലും ഇത് സെലിബ്രേറ്റ് ചെയ്യണം, അവളുടെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാൻ അങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ നമ്മളുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഡേ നടക്കാൻ പോകുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നീ നന്നാവണം, അല്ലെങ്കിൽ നീ ഭയങ്കരമായിട്ട് സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. ആൻഡ് താങ്ക് യു സോ മച്ച് എന്നെ മനസ്സിലാക്കിയതിനും എൻ്റെ കൂടെ ഇത്രയും നാളും thank you so much. And this is for you, Binsi Mol. Thank you da. എന്താ പറയാനുള്ളത്? എക്സ്ക്ലൂസീവ് അല്ല. This is for you, Binsi Mol എന്ന് പറഞ്ഞില്ലേ? ഞാൻ കുറച്ച് ഇമോഷണൽ ആവുമായിരിക്കും. Okay, I don't know. No problem. എല്ലാവരും ക്യാമറ സൂം ചെയ്ത് വെച്ചോ. ഷൈറ്റേനെ അതെനിക്ക് വേണം. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ മായല്ലേ ബിൻസി, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവളല്ലേ, ഹൃദയം മുറിയും അഴലിൻ വിൺതാരം. I love you so much. Thank you so much. ഞാൻ കുറേ ഡൗൺ ആയിട്ടിരുന്ന സമയത്തൊക്കെ ബിൻസി എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, നല്ല ലെവലിൽ എത്തണം, ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുള്ള ഒരാളാണ്. സോ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, നീ ലൈഫിൽ സക്സസ് ആവുന്നത് എനിക്ക് കാണണം. സോ എന്താ പറയുക, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അവൾ സക്സസ് ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ സൈബർ അറ്റാക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലി, ചാച്ചനും അമ്മയാണെങ്കിലും പിന്നെ മരിയ കൊച്ച്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ രണ്ടുപേരും ഫാമിലി സത്യം പറഞ്ഞ ഒരേ ഫാമിലി പോലെ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ചാച്ച, അമ്മച്ചി ആൻഡ് മരിയ, എന്നെ മനസ്സിലാക്കിയതിനും എല്ലാത്തിനും. സോ താങ്ക് യു ബിൻസി ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്ര ക്യൂട്ടായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, ഇത്ര സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിഷ് കിട്ടുന്നത്. താങ്ക് യു ശൈത്യ. ഇവള് കരയുന്നതാണ് പറഞ്ഞത്, പക്ഷെ എന്നെ കരയിപ്പിച്ച് കളഞ്ഞു. എന്തായാലും ഇനിയിപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കണം. കുറച്ച് പൊട്ടി പോയിട്ടുണ്ട്. സമ്മതിച്ചടാ, ഞാൻ സമ്മതിച്ച്. താങ്ക് യു. എന്റെ 26ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേ, 25 വയസ്സ് പൂർത്തിയായപ്പോ ഞാൻ എടുത്തതാണ് കർമ്മ. നേരത്തെ എന്തായാലും പറഞ്ഞ പോലെ, ചെറുതിരിക്കെ പറഞ്ഞ പോലെ, ഞാൻ എന്റെ ചാച്ചന്റെ ഓട്ടോയിൽ ഇട്ടാന്നാണ് എല്ലാവർക്കും പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്റെ 18 വയസ്സിലെ ലൈസൻസ് എടുത്തപ്പോ തൊട്ട് തുടങ്ങിയ
റേഡിയോയിൽ കയറി ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ ഓർമ്മയാണ് ബുള്ളറ്റ് എടുക്കണം. നമ്മൾ ശബ്ദം പൈസ ഉണ്ടാകുന്നില്ല. പിന്നെ അതിന് വേണ്ടി കുറച്ച് പൈസ ക്ലെയിം ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ആവശ്യപ്പെടും. ഞാൻ ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് സമ്മാനമായിട്ട് എന്റെ പിറന്നാൾ ദിവസം നൽകാൻ പോകുന്നത്. അപ്പൊ എന്താ വിളിച്ചോ 100-350 ഓപ്പൺ ചെയ്തു. ചേട്ടാ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു പാട്ടിട്ടേ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. സാധാരണ അപ്പുറത്തെ മോൾക്ക് കിട്ടിയ കൊടുക്കുന്നത് മോള് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചിരുന്നില്ല. ഈ വണ്ടി ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ അന്വേഷിച്ച റോയൽ എൻഫീൽഡ് പറഞ്ഞത് 10 എണ്ണോ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. പുതിയ മോഡലാണ്. 100 മൂഡ് ഷോട്ട് വൈസ് എന്ന് പറയും. വൈറ്റ് കളറിൽ ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. സോ എന്തായാലും ഇനിയിപ്പം 20 പേരിൽ ഒരാൾ കേരളത്തിൽ ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പൊ 10 പേരെ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് അടുത്ത എനിക്ക് അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ എന്റെ ബിഗ് ബോസ് ടീം അങ്ങനെ പറഞ്ഞൂടെ. വന്നിട്ട് 2 ആഴ്ച നടന്നു മിണ്ടുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഫുൾ ഷോകായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്റെ അമ്മ കണക്കെടുത്തിട്ടുണ്ടായിരുന്നു. 30 ദിവസം എന്തോളം ഞാൻ കരഞ്ഞിരുന്നത്. ചെറുതേശിക്കൊക്കെ അറിയാം, ഞാൻ വിളിച്ചങ്ങ് കരച്ചിലായിരുന്നു. മിങ്കിയിൽ ചെല്ലുമ്പോ കരച്ചിലാണ്, മേക്കപ്പ് ചെയ്യാൻ ചെല്ലുമ്പോ കരച്ചിലാണ്, ഫുൾ ബഹളായിരുന്നു. ആ സമയത്ത് അയ്യോ അത് സത്യമാണ്. പ്രൊപ്പോസ് ചെയ്ത എസ് പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ അപ്പൊ പായം വന്നത് ഞാൻ ഡിപ്രഷൻ അടിച്ചിരുന്നേ. മുൻഷാനെ വിളിച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവരൊക്കെ എനിക്ക് മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഏറ്റില്ല. രണ്ട് വാക്കേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ആദ്യമേ നെവിനെ പറ്റി തന്നെ ഞാൻ പറയാം. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും അമ്മയ്ക്ക് ബിൻസിയെക്കാട്ടിയും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ നെവിൻ. അപ്പൊ അതാണ് നെവിനെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു നെവിൻ. പിന്നെ ബിൻസിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്താ പറയുക, ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരാളാണ്. ആഗ്രഹിക്കുന്നതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള പ്രയത്നത്തിലൂടെ സാധിച്ചെടുക്കുന്നു. ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി ഞാൻ വാങ്ങിച്ചത്. നീ പറഞ്ഞില്ലേ നെവിൻ നീ പുറത്തിറങ്ങിയിട്ടൊരു വണ്ടി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. സോ യെസ്, ഞാൻ ആദ്യം തന്നെ വിളിച്ച് പറയുകയും ചെയ്തില്ലായിരുന്നു. യെസ്, പിന്നെ ഒരാള് നന്നാകുന്നതും കൂടിയായിട്ട് ഇഷ്ടമുള്ള ഒരാളാട്ടോ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നല്ല മോട്ടിവേഷനാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള പറഞ്ഞോളൂ. അല്ല, അത്രേ ഉള്ളു. എന്തായാലും ഇതുപോലെ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒത്തുകൂടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു.